നമ്മൾ ഈ പോകുന്നത് മോൻ്റെ അംഗൻവാടിയിലേക്കാണ്. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറിമണിയായിന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നും കഴിയുന്നില്ല, വയറുവേദന എടുത്തിട്ട് ആ സമയത്ത് എണീച്ചതാണ്. അങ്ങനെ ഞാൻ മെല്ലെ അംഗൻവാടിയിലേക്ക് എത്തി. ഇവനെ ജനലിലൂടെ നോക്കുമ്പോൾ കുട്ടികൾ പറഞ്ഞ ഹൃദയൻ്റെ അമ്മേതാ വന്നിട്ടേന്ന്. അത് കേട്ടത് മോൻ അങ്ങ് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, വാ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വീട്ടിൽ പോകാനൊന്നും ആയിട്ടില്ല മോനെ എന്നെല്ലാം പറയുമ്പോൾ ഇവൻ എന്നെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. പറഞ്ഞു ഈ 2 കുട്ടികളെ എന്നെ ഇടങ്ങാറാക്കി അമ്മേന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ അവരൊന്നും ചെയ്യൊന്നുമില്ല മോനെ, മോനവിടെ പോയിട്ട് ടി വി കണ്ടോന്നെല്ലാം പറഞ്ഞു ഓനങ്ങ് സമാധാനിപ്പിച്ച് ഞാനിങ്ങ് പുറത്തേക്ക് വന്നു. ഈ സെറ്റ് മുണ്ടിട്ട് ഇരിക്കുന്നതാണ് നമ്മൾ സ്വന്തം മൂത്തമ്മ, മറ്റേതാണെങ്കിൽ ഇവൻ്റെ ടീച്ചറും. പിന്നെ മോനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് ഞാനങ്ങ് പോയിനോന്ന്. ഞാൻ പറഞ്ഞു ഞാനിവിടെ നിന്നോളും, ജനലിൻ്റെ അവിടെ നിന്നോളൂ എന്നെല്ലാം പറഞ്ഞ് ബാക്കി എല്ലാ കുട്ടികളും പായസം കുടിക്കുമ്പോൾ ഇവൻ പറഞ്ഞു എനിക്ക് പായസമൊന്നും വേണ്ടാന്നെല്ലാം പറഞ്ഞ് ആടെ ഇരുന്നു. പിന്നെ ഇവൻ്റെ അച്ഛൻ വന്നത് കണ്ടപ്പം പുറത്തേക്ക് ഓടിയിട്ട് പറഞ്ഞു വാ അച്ഛാ അങ്ങ് പോവാന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു ആയിട്ടില്ല മോനെ എന്നെല്ലാം പറഞ്ഞ് അവനങ്ങ് സമാധാനിപ്പിച്ച്. ഇവനാണെങ്കിൽ വലിയ കസേരയിൽ പോയിട്ടിരുന്നു. ഞാൻ പറഞ്ഞു ആടെയല്ല മോനെ ഇരിക്കണ്ടേ, അപ്പം മൂത്തമ്മ പറഞ്ഞു എവിടെയെങ്കിലും ഇരിക്കട്ടെ അനങ്ങാണ്ടങ്ങ് ഇരുന്നാൽ പോരേന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാലും എവിടെയെങ്കിലും ഇരിക്കട്ടെ എന്ന്. അങ്ങനെ എന്നാൽ പ്രൈസെല്ലാം പുറത്ത് കൊണ്ടുവച്ചപ്പോൾ ആശാൻ മെല്ലെ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അന്നേരം ഇവനോട് അച്ഛൻ പറയുന്നുണ്ട് മോനെ അതൊന്നും എടുക്കല്ലേ എന്ന്. പിന്നെ ഈ സ്പെക്സ് ഇട്ടിട്ടിരിക്കുന്നതാണ് ഇവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് ഇപ്പം പറയുന്നത്. മുന്നേ എന്നാ ആ കുട്ടി ഇവനെ അടിക്കുകയെല്ലാം ചെയ്ത് അങ്ങനെ എന്നാ കുറച്ച് വിഷയം ഉണ്ടായിന്. വേറൊന്നുമല്ല, എന്നാൽ ഇനി അടിക്കാനൊന്നും പാടില്ല എന്നല്ല നമ്മൾ പറയലും ചെയ്തിന്. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ടീച്ചർ പറയും ഇവരാണ് ഭയങ്കര ഫ്രണ്ട്സ് എന്ന്. അങ്ങനെ മോൻ്റെ പേരെല്ലാം വിളിച്ച് പ്രൈസ് അങ്ങ് കൊടുക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക അഭിമാനം തോന്നിയൊരു നിമിഷം എന്ന് പറയില്ലേ, അതാണ് കടന്നു പോയത്. അങ്ങനെ അവന് പ്രൈസെല്ലാം കൊടുത്ത് പിന്നെ എല്ലാ കുട്ടികളും ഒരുമിച്ച് നിർത്തി ഫോട്ടോയും വീഡിയോയിലും എടുക്കുന്നതെല്ലാം ഉണ്ട്. ഇവനാണെങ്കിൽ അത് കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെ അതെല്ലാം നോക്കി നിൽക്കുന്നതെല്ലാം ഉണ്ട്. പിന്നെ ഇവനാണെങ്കിൽ എല്ലാം പൊന്തിക്കുന്നെല്ലാം പറയുമ്പോൾ ആശാൻ പറയുന്ന പോലെ കേൾക്കുന്നതെല്ലാം ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇതാ ഞാൻ പറഞ്ഞു അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന്, പേര് ബക്കർ എന്നാ പേര്. അപ്പോൾ ഇവൻ ബക്കറിനെ വിളിച്ചിട്ട് പറഞ്ഞു വാ നമുക്ക് കളിക്കാലോ എന്നെല്ലാം പറഞ്ഞിട്ട് ബക്കറിനെയും കൂട്ടി പോകുന്നുണ്ട്. പക്ഷേങ്കിൽ എന്നാൽ രണ്ടാളും ഒരുമിച്ച് കൂടിയാൽ അടികൂടുമെന്നും ഒരു പേടി വേണമല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ആശാൻ്റെ മുടിയെല്ലാം മുറിച്ച്, കാരണം ഭയങ്കര ചൂടാണ്. അങ്ങനെ മുടിയെല്ലാം മുറിച്ച് എന്നോട് പറയുന്ന അമ്മയെ രസമുണ്ടോയെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ആ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഉമ്മെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സി യു.